സോ ഹലോ ഗായ്സ്, തേജാസ് ഫൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ പാർട്ട് 3യുടെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ട് പാർട്ട് 1 എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടി, അതുപോലെ തന്നെ പാർട്ട് 2 എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടി. ഇപ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പാർട്ട് 3 ആണ് ഗേസ്. ഓക്കെ, നമ്മൾ ഈ ഒരു പാർട്ട് 3 തന്നെ നമ്മൾ നല്ലോണം തന്നെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, ഇതിനകത്തും ഈ ഒരു വീഡിയോയുടെ കണ്ടാൽ നമ്മൾ ചീറ്റ് കോഡ്സ് പരിചയപ്പെടുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഡ്രസ്സൊക്കെ മാറി കേസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിഫൻഡർ എടുത്ത ശേഷം നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞെടുത്ത് ഇതാണ് കേസ്. നല്ലൊരു വണ്ടിയൊക്കെ കണ്ടുപിടിക്കുക, ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പം ഏത് സ്ഥലം വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം ഞാൻ എന്തായാലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം കേസ്, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ നൈസിന് തന്നെ ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഡ്രസ്സ് മാറി കേസ്. ഓക്കെ, നമ്മൾ ആദ്യം ഇട്ടിരുന്ന ബ്ലാക്ക് ഡ്രസ്സ് കുളത്തിൽ നേരിച്ചു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചീറ്റ് കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 4 രീതിയിലുള്ള 1 അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈസൈക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ കിട്ടുമെന്നുള്ളതാണ്. ഇത് നല്ല സൈക്കിളാണ് കേസ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓട്ടിക്കുന്നതൊക്കെ രീതിയുണ്ടല്ലോ, ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ സൈക്കിൾ എന്ന് പറയുന്നത് നല്ല സ്പീഡുണ്ട് കേസ്. ഓക്കെ, ഒരുമാതിരി ബൈക്കിൻ്റെയൊക്കെ അത്ര സ്പീഡുണ്ട് കേസ് ഈ സൈക്കിളിന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പം സൈക്കിൾ കണ്ടോ കേസ്, നമ്മൾ മാസ്കൊക്കെ അടിച്ച് സൈക്കിളിനകത്ത് പോകണം കേസ്. ഓക്കെ, സൂപ്പർ മാസ് എന്ന് വെച്ചാൽ ഇതാണ് കേസ്, മാസ്. ഓക്കെ കേസ്, അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കെന്തായാലും നമ്മൾ നേഴ്സിനെ സൈക്കിൾ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അവൻ്റെ മണ്ണിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ചില്ലറോ അഹങ്കാരമോ അല്ലായിരുന്നു കേസ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറയാൻ നേരത്ത് 3 വട്ടം നമ്മൾ 6 അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബൈക്ക് കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, ഈ ഒരു ബൈക്കിന് പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് ഇതിനെ നമ്മൾ ഈ അത്യാവശ്യം ഞാൻ റെയറായിട്ട് മാത്രമേ ഞാൻ ഈ നാട്ടിലൊക്കെ കാണാറുള്ളൊരു ബൈക്കാണ്. പ്ലാറ്റിനി എന്ന് പറഞ്ഞ ഒരു ബൈക്കാണ് കേസ്. ഓക്കെ, ഞാനിത് റെയറായിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ളൂ. ചില സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലാതെ പക്ഷേ എപ്പോഴും കാണാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണാറുള്ള വണ്ടികളില്ല, അതുപോലൊക്കെ എപ്പോഴും കാണുന്നൊരു വണ്ടിയല്ല, റെയറായിട്ട് മാത്രം കാണുന്നൊരു വണ്ടിയാണ് കേസ്. ഓക്കെ, അത് അത്യാവശ്യം നല്ലൊരു ലുക്കും അതുപോലെ നല്ല സ്പീഡുള്ളൊരു വണ്ടിയാണ് കേസ്. ഓക്കെ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് വെച്ച് നല്ല ഭയങ്കര സ്പീഡാണ് കേസ്. ഓക്കെ, ഓക്കെ, നമുക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ പോകാം കേസ്. ഓക്കെ, സൂപ്പറാണ് ഈ മനസ്സിലായോ കേസ്, കിടിലം വണ്ടിയാണ് കേസ്. ഓക്കെ, എനിക്ക് ഈ ഒരു ബൈക്ക് ഇങ്ങനെ ഇത് വെച്ച് ചാടാനൊക്കെ കൊള്ളാം കേസ്. ഓക്കെ, ഇങ്ങനെ ഡ്രിഫ്റ്റൊക്കെ അടിക്കാം കണ്ട. ഓക്കെ കേസ്, അപ്പം അതിൽ നിന്ന് നമ്മൾ നേരത്തെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതിൽ നിന്ന് നമ്മൾ ചാടി തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേസ്. ഓക്കെ, കേസ് നമ്മൾ ചത്തിനുള്ള കേസ്. ഓക്കെ, നമ്മൾ ചാടി ഇറങ്ങിയ സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ചാടി ഇറങ്ങിയ സമയത്ത് തറയെ വന്ന് ഇടിച്ചാണ് നമ്മൾ ചത്തത്. കുഴപ്പമില്ല കേസ്, നമുക്ക് ഒറാഷോടെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോയി നമുക്ക് ഒറാഷോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം കേസ്. ഓക്കെ, പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം കേസ്. ഓക്കെ, നമ്മൾ കുറേ ലാഗായി. അപ്പോൾ സ്പോട്ടിലെത്തുന്നിടം വരെ സ്പോട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേസ്. ഓക്കെ കേസ്, അപ്പം നമ്മൾ നൈസിനെ എന്ത് ചെയ്തു കേസ്, നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നേരത്തെ വന്ന അപ്ലോഡിലേക്ക് തന്നെ നമ്മൾ നൈസിനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ തന്നെ ഒരു സൈക്കിളും പരിചയപ്പെടുത്താം. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വണ്ടിയാണ് കേസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയാണ്, നമ്മുടെ സ്വന്തം ജി വാഗനാണ് കേസ്. ഓക്കെ, ജി വാഗൻ 4 വട്ടം 6 അടിക്കണം, ആ സമയത്ത് നമുക്കത് ജി വാഗൻ കിട്ടും. നമ്മൾ 3 വട്ടം 6 അടിക്കുന്ന സമയത്താണ് കേസ് നമ്മുടെ സ്വന്തം പ്ലാറ്റിനി നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, 3 വട്ടം 6 അടിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാറ്റിനി കിട്ടും. ആ 4 വട്ടം 6 അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ജി വാഗൻ കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ കണ്ടിരുന്നു കേസ്, 600 അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ വണ്ടി കേസ്, നമുക്കൊരു സൂപ്പർ വണ്ടിയല്ല സൂപ്പർ ഡോഗ് കിട്ടുന്ന കേസ്, നമുക്ക് പട്ടീനെ കിട്ടുന്ന കേസ്. ഓക്കെ, ഇത് കിട്ടില്ല പട്ടീനെ കേസ്. ഓക്കെ, നമ്മൾ പട്ടിയുടെ മണ്ടയിലൊക്കെ കയറി ഇരുന്ന് പോകാം കേസ്, അതാണ് ഇതിലെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് പോകാം കേസ്, നമ്മൾ കുതിര റൈഡ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് പോകാം കേസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പെറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് പോകാം കേസ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറയാൻ നേരത്ത് ഇച്ചിരി നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പം 2000 അടിക്കുന്ന സമയത്ത് നമുക്ക് റോൾസ് റോയ്സ് കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, നമുക്ക് നല്ലൊരു വണ്ടിയാണ് കേസ്. ഓക്കെ, റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോ പരിചയപ്പെടുത്തിയാണ്, ഞാൻ ഇപ്രാവശ്യം കൊണ്ട് പരിചയപ്പെടുന്നേ ഉള്ളൂ. നമ്മളിനി 1000 അടിക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് കേസ് നമുക്കൊരു സൂപ്പർ ഫോർച്യൂണർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ, ഒരു സൂപ്പർ വണ്ടിയാണ് കേസ്. ഓക്കെ, ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സൂപ്പർ വണ്ടിയാണ്. പക്ഷേ നമ്മൾ 6000 അടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വണ്ടിയാണ് കേസ്, ഇതിൻ്റെ പേരൊന്നും ഇച്ചിരി എനിക്ക് അങ്ങോട്ട് വശമില്ല, ഇങ്ങനൊരു വണ്ടി ഇടുന്നതായിരിക്കും കേസ്. ഓക്കെ, എന്തോ ഒരു നല്ല സൂപ്പർ റോബോട്ട് പോലുള്ള വണ്ടിയാണ് കേസ്, കിടിലം വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ റോബോട്ട് പോലുള്ള ഇങ്ങനെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്ന നേരത്ത് അത്രത്തോളം കിടിലം വണ്ടികളാണ് കേസ്. ഓക്കെ, അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ടുള്ളതാണ് കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും അടുത്തായിട്ട് നമ്മൾ 0 4 വട്ടം 0 അടിക്കുന്ന സമയത്ത് നമുക്കൊരു
എന്താണ് ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്ലഷർ പോലുള്ളൊരു ഇതുപോലുള്ളൊരു എന്താണ് കേസ് ഒരു സ്കൂട്ടർ നമുക്ക് കിട്ടുന്നതിന് കേസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റാ.